നാണമുണ്ടോ ജാസ്മിന്? ഉളുപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രേക്ഷകരെ വിഡ്ഢികളാക്കാനോ അതോ സ്വയം വിഡ്ഢിയാകാതിരിക്കാനോ എന്താണ് ഉദ്ദേശിക്കുന്നത് ജാസ്മിൻ? ലൈവിൽ നമ്മളിത് കണ്ട് മടുത്തൊരു കാര്യമാണ്. ലൈവിൽ നിന്ന് പലർക്കും പലതും മനസ്സിലാവാത്ത സ്ഥിതിയാണ്. ഇവരെന്താണ് സംസാരിക്കുന്നത്, എന്താണ് പറയുന്നത്, എന്താണ് കാണിക്കുന്നതെന്ന്. പുറത്ത് ഒരാളുമായി വിവാഹം ഉറപ്പിച്ച് അകത്ത് വന്ന് മറ്റൊരാളോട് പ്രണയം തോന്നി. ഇപ്പോൾ ആ പ്രണയം ഉള്ളു തുറന്നങ്ങ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് നിന്നോട് ഒടുക്കത്തെ പ്രണയമാണ്, നീ എന്താ മനസ്സിലാക്കാത്തത് എന്നുള്ള ചോദ്യം. അപ്പൊ ഗബ്രിക്ക് പ്രണയമില്ല. പിന്നീട് ഗബ്രി പറയുന്നത് എനിക്ക് നിന്റെ അടുത്ത് ഭയങ്കര പ്രണയമാണ്. ഇവർ തമ്മിൽ എന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്? കാണുന്ന പ്രേക്ഷകരെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇനി എത്ര നാൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? എന്തായാലും ഇപ്പോഴത്തെ നാടകം കൊള്ളാം ജാസ്മിനെ. സിജോ വന്ന് പറഞ്ഞതിൽ നിന്നും ഒരു പ്രണയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രണയത്തിലേക്ക് മുന്നോട്ട് പോകുക. പ്രണയമാണെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കും. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സ് ആണ്, പ്രണയമുണ്ട് പക്ഷെ ഞങ്ങളത് ഇങ്ങനെ വിവാഹത്തിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും പുറത്ത് നെഗറ്റീവാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു കാര്യവുമില്ല എന്നൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട് ജാസ്മിനെ. അവിടെ സിജോ വന്ന് പറഞ്ഞതിൽ നിന്നും സിജോ പറഞ്ഞ ഒരൊറ്റ ഡയലോഗാണ് ഇപ്പോൾ ഇവിടെ ജാസ്മിൻ നാടകം കളിക്കാൻ കാരണം. സിജോ പറഞ്ഞത് നിങ്ങൾ പ്രണയിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും എന്ന് സിജോ പറഞ്ഞിട്ടുണ്ട് ജാസ്മിന്റെ അടുത്ത്. ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട് ജാസ്മിനെ. അതനുസരിച്ചുള്ള പ്ലാനിങ്ങുകളാണ് ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ജാസ്മിൻ തന്നെയാണ്. എനിക്ക് പ്രണയമാണേ എന്ന് ഗബ്രിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് അതിനുള്ള നാടകം ആരംഭിച്ചിരിക്കുന്നു. ആ നാടകത്തിന് ഇതുവരെ തിരശീല വീണിട്ടില്ല. കാരണം അവിടെ ഗബ്രി പൂർണ്ണമായി സമ്മതിക്കാത്തത് കൊണ്ട്. പക്ഷെ ഗബ്രി സമ്മതിച്ചു ഇന്ന് പകല് ലൈവില്, എന്താണ് എനിക്ക് പ്രണയമുണ്ട് എന്നുള്ളത് സമ്മതിച്ചു. പക്ഷേ അത് എന്നിട്ട് രണ്ടുപേരും സന്തോഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ബിഗ് ബോസിനോട് എനിക്ക് പറയാൻ തോന്നിയത്, ഈ ഒരു വോയിസ് ആയതുകൊണ്ട് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എന്നിരുന്നാലും പറഞ്ഞു പോവാണ്, ഒരു മണിയറ ഒരുക്കി കൊടുത്തൂടെ ബിഗ് ബോസെ എന്ന് എനിക്ക് തോന്നിപ്പോയി. ആ സിറ്റുവേഷനിൽ അവർ രണ്ടുപേരുടെയും കാട്ടായങ്ങളും സംസാര രീതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ചുറ്റും ക്യാമറ ഇല്ല, അതൊരു റൂം ആയിരുന്നെങ്കിൽ അവിടെ പിന്നെ നടക്കുന്നത് ഇതൊന്നല്ല എന്നുള്ളത് അവരുടെ കാട്ടായങ്ങൾ കണ്ട് തന്നെ നമുക്ക് അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. സത്യത്തിൽ ഈ ലൈവ് കണ്ടു കഴിഞ്ഞാൽ ഈ ഗബ്രിയുടെ ഫാമിലി ഇതെങ്ങനെ സഹിക്കും? തന്റെ മകന്റെ അവസ്ഥ, അല്ലെങ്കിൽ തന്റെ സ്വന്തം ആങ്ങള ഇതെന്താണ് ഈ കാണിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് അവര് ഫോൺ എറിഞ്ഞു പൊട്ടിക്കും. പോട്ടെ, അവർ ആൺകുട്ടിയാണെന്ന് വിചാരിക്കാം. ഇവിടെ ആൺകുട്ടി പെൺകുട്ടിയൊന്നും ഇന്നില്ല, എന്നിരുന്നാലും ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ജാസ്മിന്റെ വിഷയം ഒന്ന് എടുത്തു നോക്കൂ. ആ സ്വന്തം അനിയൻ, വാപ്പ, ഉമ്മ ഇതൊക്കെ കാണുന്ന സമയത്ത് എന്ത് അവസ്ഥയിലൂടെയായിരിക്കും കടന്നു പോകുന്നുണ്ടായിരിക്കുക? സ്വന്തം അനിയൻ സ്കൂളിൽ പോണ അനിയനാണെന്ന് പറഞ്ഞു, സ്കൂളിലേക്ക് എങ്ങനെയായിരിക്കും അനിയൻ പോകുന്നുണ്ടാവുക? ഇതൊക്കെ മറന്നുകൊണ്ട് എന്താണ് ഇവർ രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടുന്നത്? അവർ തുടക്കം തന്നെ അതിലൊരു നല്ലൊരു പ്രണയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ പോട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു. പുറത്തൊരു ചെറുക്കനെ വാക്കു കൊടുത്തുകൊണ്ട് അകത്ത് കൊണ്ടുവന്ന് നടത്തുന്ന ഈ പ്രണയ നാടകത്തിന് ഇവർക്കൊരു തിരശ്ശീലിട്ടൂടെ? ലാലേട്ടൻ ഇനിയെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിൽ നിങ്ങൾ തമ്മിലുള്ള ഈ പ്രണയലീല ഒന്ന് നിർത്തണമെന്ന് ഒരു വാണിംഗ് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത്രയ്ക്കും കണ്ടു മടുത്തിരിക്കുന്നു ഇവരുടെ പ്രണയലീലകൾ. സത്യത്തിൽ ഇവർക്ക് അത്രയും അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സൗകര്യം ചെയ്ത് ഒരു ബെഡ്റൂം ഒരുക്കി കൊടുക്കുക എന്നാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത്.